പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ ചെരിഞ്ഞ കുട്ടിയാനയുടെ താടിയലിലെ മുറിവിൽ നിന്ന് രക്തത്തിൽ അണുബാധ വ്യാപിച്ചു. മസ്തിഷ്കത്തിൽ രക്തസ്രാവം കണ്ടെത്തി. ആനയുടെ നാവിന്റെ മുൻഭാഗം അറ്റ നിലയിലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം കുട്ടിയാനയെ മയക്കുവെടി വെച്ചതിൽ വീഴ്ചയില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. മയക്കുവെടി വെക്കണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിന് വിധേയമായിട്ടാണ്. അപ്പോൾ അത് അവർ വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് സ്വാഭാവികമായ കാലതാമസത്തിനപ്പുറം മനഃപൂർവ്വമായ ഒന്നുണ്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മനഃപൂർവ്വമായ ഒരു കാലതാമസവും ഈ കാര്യത്തിൽ ഉണ്ടാക്കുന്നതിനെ ആരും അനുകൂലിച്ചിട്ടില്ല. ഇവരാരും ഉണ്ടാക്കിയിട്ടുമില്ല, ഇനിയും ഉണ്ടാക്കുകയില്ല. അവിടുത്തെ ജനങ്ങൾ അവർക്ക് ഭയാശങ്കകളുണ്ട്. അതോടൊക്കെ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തിവരുന്ന സമരങ്ങളിൽ നിന്നും അവർ പിൻവാങ്ങണമെന്ന് ഈ യോഗം അവരോട് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഈ പന്നിപ്പടക്കം കഴിച്ചതാകാം ഈ കുട്ടിയാനയുടെ താടിയലിന് പരിക്കേൽക്കാൻ കാരണമെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ആ പരിക്കിൽ നിന്ന് വന്ന അണുബാധയാണ് മരണത്തിന് അല്ലെങ്കിൽ ആനച്ചെരിഞ്ഞതിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ? കീർത്തന, വനം വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ അവർ എത്തിയ നിഗമനത്തിന് അത് ശരിവെക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായ പരിക്ക് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ഉള്ള നിഗമനം. അതിൽ താടിയലിലെ മുറിവിൽ നിന്ന് അണുബാധ രക്തത്തിലേക്ക് വ്യാപിച്ചതായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മസ്തിഷ്കത്തിൽ രക്തസ്രാവം കണ്ടെത്തിയിട്ടുണ്ട്. കീഴ്ത്താടിയലിൽ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. ആനയുടെ നാവിന്റെ മുൻഭാഗവും അറ്റ നിലയിലാണ്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു പൊട്ടിത്തെറിയിലൂടെ മാത്രമായിരിക്കണം അങ്ങനെ ഒരു പരിക്ക് ഉണ്ടായിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്കാണ് വനം വകുപ്പ് ഇപ്പോൾ എത്തുന്നത്. നേരത്തെ തന്നെ ഈ പന്നിപ്പടക്കം പൊട്ടിയതാണ്, കടിച്ചപ്പോൾ പൊട്ടിയതായിരിക്കാം എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും അത് സാധൂകരിക്കുന്നത് തന്നെയാണ്. നേരത്തെ ഈ മയക്കുപടി വെച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിമർശനങ്ങളൊക്കെ വനം വകുപ്പിനെതിരെ ഉയർന്നിരുന്നു. അവശ നിലയിലുള്ള ആനയ്ക്ക് മയക്കുപടി അല്ലാതെ മറ്റെന്തെങ്കിലും സാധ്യമായ മാർഗങ്ങൾ സ്വീകരിക്കാം എന്ന കാര്യങ്ങളൊക്കെ ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ മയക്കുപടി വെച്ചതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെ പറയുന്നത്. മയക്കുപടി വെച്ചതിൽ തുടർന്നല്ല ആന ചെരിഞ്ഞത്. ആനക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഗുരുതരമായ പരിക്കാണ് ആന ചെരിയാൻ കാരണമായത് എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മയക്കുപടി കൃത്യമായ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഡോക്ടർമാർ പരിശോധിച്ച് അതിൽ ഏറെ കാലതാമസം എടുത്തില്ല. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് മയക്കുപടി വെച്ചത്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതാണ് വനം മന്ത്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നലെ ആ കുട്ടിയാനയെ പിടികൂടി അതിന് ചികിത്സ നൽകുമ്പോൾ നമ്മൾ കരുതിയിരുന്നു അത് ഉടൻ തന്നെ ആരോഗ്യമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതല്ലേ. പക്ഷേ ദൗർഭാഗ്യകരമാണെന്ന് പറയട്ടെ. ഇപ്പൊ താടിയലിന് പറ്റിയ പരിക്കാണ് അത്. പന്നിപ്പടക്കം അണുബാധയുണ്ടായി, പന്നിപ്പടക്കം കടിച്ച് ഉണ്ടായ പരിക്കാണെന്നാണ് പ്രാഥമിക നിഗമനം. അപ്പൊ അത് തന്നെ സാധൂകരിക്കുന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും. തലച്ചോറിൽ അണുബാധയുണ്ടായി, ഒപ്പം രക്തസ്രാവമുണ്ട്. ഇതൊക്കെയാണ് ആന ചെരിയാൻ കാരണമെന്നാണ് വിവരങ്ങൾ. പക്ഷെ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ആ കുഞ്ഞനാന ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു, വേദന അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്.